വിഷം സമാനപദങ്ങൾ നോക്കാം. ഗരതം, ഷേളം, ഗരളം. വിഷത്തിൻ്റെ സമാനപദങ്ങളാണ് ഗരതം, ഷേളം, ഗരളം. മാരാർ എന്ന പദം പൂജക ബഹുവചനത്തിൽ പെടുന്നു. അത് ക്വസ്റ്റ്യൻ ചോദിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പൂജക ബഹുവചനം എന്നാണ് ചോദ്യം. അതിൽ മാരാറാണ് ഓപ്ഷൻ. പുല്ലിംഗ പദങ്ങൾ അധ്യാപകൻ, പുരുഷൻ, അവൻ. അധ്യാപകൻ, പുരുഷൻ, അവൻ. അതൊക്കെ പുല്ലിംഗ പദങ്ങളിൽ വരുന്നതാണ്. ശരിയായ പദം അത്ഭുതം. അത്ഭുതം എന്നുള്ളതിൻ്റെ ശരിയായ പദമാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ശൈലിയാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ. അഴകിയ രാവണൻ. അഴകിയ രാവണൻ എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ. ഭൂമി എന്നർത്ഥം വരുന്നത് ക്ഷിതി. ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയുടെ പര്യായപദങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, അത് നോക്കുക. ഭൂമി, സൂര്യൻ, ജലം, ഇതിൻ്റെയൊക്കെ പര്യായപദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും നോക്കി വെക്കണം. അടുത്തത് വിപരീതം നിന്ദ, സ്തുതി. നിന്ദ എന്നതിൻ്റെ വിപരീത പദമാണ് സ്തുതി. അടുത്തത് ഒരു പ്രയോഗമാണ് കാറ്റുള്ളപ്പോൾ തൂറ്റണം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. ആഗമസന്ധിക്ക് ഉദാഹരണം വഴിയുണ്ട്. ആഗമസന്ധിക്ക് ഒരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്, വഴിയുണ്ട്. ഈ സന്ധികളുടെ ക്ലാസ്സൊക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട്, അത് കണ്ട് പഠിക്കുക. ഇതിനായിട്ട് അധികം സമയം ചിലവഴിക്കേണ്ട, അങ്ങനെ ചോദ്യമായിട്ട് കാണാറില്ല, എപ്പോഴെങ്കിലേ ഉണ്ടാവാറുള്ളൂ. ചേർത്തെഴുതുക. യഥാ പ്ലസ് ഇഷ്ടം, യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം ചേർത്തെഴുതിയാൽ യഥേഷ്ടം. ഇന്ന് ഡിസ്കസ് ചെയ്ത 10 പോയിന്റുകൾ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം.